ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം വലിയവ ചെയ്യുന്ന ഓരോ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായും അതിശയകരമായും വഴി നടത്തിയ വിധങ്ങളെ ഓർത്താൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെയൊക്കെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് കാലിനെ കല്ലിൽ തട്ടാതെ വണ്ണം സംരക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. കഷ്ടതകൾക്ക് നടുവിൽ ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അനേകം ഞെരുക്കങ്ങളുടെ ഇടയിലും ദൈവം അത്ഭുതകരമായി വിടുവിക്കുന്ന നന്മകൾക്കായിട്ട് നന്ദി പറയാൻ കഴിയണം. നമ്മുടെയൊക്കെ സമയങ്ങൾ ദൈവത്തിന് വേണ്ടി നീക്കിവെക്കാൻ കഴിയണം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. 121 സങ്കീർത്തനം നമുക്ക് പല ആവർത്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പല ആവർത്തി ഉരുവിട്ടുകൊണ്ട് നമ്മുടെ കഷ്ടതകളെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 121 നമുക്ക് ധ്യാനിക്കാൻ സാധിക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ഈ വചനത്തിൽ പറയുന്നത്, സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്ന ഒരു സാഹചര്യവും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്നാണ്. ആരുമില്ല നമ്മെ സഹായിക്കാനെന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെയും ദൈവം നമുക്ക് സഹായകനായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ തക്ക മതിയായവനാണ്. ഈ മനുഷ്യരിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് ജീവിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ കണ്ണ് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് മാത്രം ഉയർന്നിരിക്കണം. സഹായം അവിടെ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നല്ലാതെ നമുക്ക് സഹായം മറ്റാരാണ് തരാനുണ്ടാവുക? നമ്മളെ കാലിൽ തട്ടിപ്പോകാതെ നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന, മയക്കമില്ലാതെ ഉറക്കമില്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടല്ലാതെ മുൻപോട്ട് ജീവിക്കരുത്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അനേകം ശത്രുക്കളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളും പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളുടെയും മധ്യത്തിൽ നമ്മെ തളർന്നു പോകാതെ ജീവിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സങ്കീർത്തനം ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ ഒരു 21 തവണയെങ്കിലും വായിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നമുക്ക് അത്ഭുതകരമായ വിടുതൽ വേണം. അത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ദൈവം സഹായിക്കും. ആമേൻ.